ഇന്നത്തെ ഓണം സദ്യ സ്പെഷ്യലിൽ ചെയ്യാൻ പോകുന്നത് ഒരു കാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 450 ഗ്രാം കാബേജ് നന്നായി വാഷ് ചെയ്ത് ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, 3/4 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തത്, ഇതെല്ലാം ഞാൻ മെഷർ സ്പൂണിൽ അളന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാബേജ് തോരന് കൂടുതൽ യെല്ലോ കളർ വേണ്ടെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല. 1/2 ടീസ്പൂൺ ഉപ്പ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, അതുപോലെ 2 ചെറിയ സവോള അരിഞ്ഞെടുത്തത്, പിന്നെ 1 കപ്പ് നാളികേരം. ഇത് 250 ml മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തുള്ളതാണ്. 4 ചെറിയ പീസ് തക്കാളി. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 3/4 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് വേപ്പിലയും ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ചതച്ചെടുത്തത്, 2 പച്ചമുളക് അരിഞ്ഞത്, സവോള, നാളികേരം, തക്കാളി, പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്ത് ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 3/4 ടീസ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർക്കുക. അതിനുശേഷം 1 വറ്റൽമുളക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതും കുറച്ച് വേപ്പിലയും ചേർത്ത് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം ഒരു 7 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡ്രൈ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും തക്കാളിയുടെ പീസസ് എടുത്ത് മാറ്റണം. കാരണം നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ തക്കാളി കാണാൻ പാടില്ല, തക്കാളിയുടെ ഒരു ഫ്ലേവറേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ഒരു നുള്ള് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഈ തോരന് കിട്ടും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഓണം സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ബൈ.